കേരളത്തിൽ സൈബർ തട്ടിപ്പുകളിലൂടെ ഒരു ദിവസം നഷ്ടപ്പെടുന്നത് 1 കോടിയോളം രൂപയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ 1000 കോടിയിലധികം രൂപ കൊയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2022നും 2024നും ഇടയിൽ സംസ്ഥാനത്ത് നിന്ന് സൈബർ തട്ടിപ്പുകാർ 1021 കോടി രൂപ തട്ടിയെടുത്തെന്ന് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിൽ കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് നിന്ന് 763 കോടിയാണ് തട്ടിപ്പുകാർ കൈക്കലാക്കിയത്. 2022ൽ സൈബർ തട്ടിപ്പുകളിലൂടെ മലയാളികൾക്ക് 48 കോടി രൂപ നഷ്ടപ്പെട്ടിരുന്നു. 2023ൽ അത് 210 കോടിയായി ഉയർന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2024ൽ സംസ്ഥാനത്ത് 41,426 പരാതികൾ രജിസ്റ്റർ ചെയ്തു. ഇതിലും കൂടുതൽ പേർക്ക് വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ 174 കോടിയാണ് തട്ടിപ്പുകാർ കൈക്കലാക്കിയത്. നഷ്ടത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല കൂടിയാണ് എറണാകുളം. പട്ടികയിൽ തൊട്ടുപിന്നിലാണ് തിരുവനന്തപുരത്തിന്റെ സ്ഥാനം. 2024ൽ 114 കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകളിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് തട്ടിപ്പുകാർ സ്വന്തമാക്കിയത്. ഓൺലൈൻ തട്ടിപ്പുകൾ ഏറ്റവും കുറവ് നടന്നത് വയനാട് ജില്ലയിലാണ്. കഴിഞ്ഞ വർഷം 9.2 കോടി രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ വയനാട് ജില്ലയിൽ നിന്നും തട്ടിപ്പുകാർ നേടിയത്. 2022 മുതൽ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട തുകയിൽ ഏകദേശം 149 കോടി രൂപ അധികൃതർ കണ്ടെത്തി. 2024ലാണ് ഇതിൽ ഭൂരിഭാഗം തുകയും വീണ്ടെടുത്തത്. ഇക്കാലയളവിൽ 76,000 തട്ടിപ്പ് പണമിടപാടുകൾ പോലീസ് മരവിപ്പിച്ചു. ഇതിലൂടെ 107.44 കോടി രൂപ കണ്ടെടുക്കുകയും ചെയ്തു. 2022ൽ 4.38 കോടി രൂപയും 2023ൽ 37.16 കോടി രൂപയുമാണ് പോലീസ് തിരിച്ചുപിടിച്ചത്. തട്ടിപ്പിനിരയായവരുടെ പശ്ചാത്തലവും പോലീസിന്റെ സൈബർ വിഭാഗം വെളിപ്പെടുത്തി. സൈബർ തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗം പേരും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പെൻഷൻ ആനുകൂല്യങ്ങൾ പറ്റുന്നവർ, വീട്ടമ്മമാർ, ബിസിനസ്സുകാർ എന്നിവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായവരാണ് ഇവരിൽ ഭൂരിഭാഗവും. കൂടാതെ ഓൺലൈൻ ട്രേഡിംഗ്, ഫെഡക്സ് രീതിയിലുള്ള തട്ടിപ്പ്, വായ്പാ തട്ടിപ്പ് എന്നിവയുടെ എല്ലാം പേരിലാണ് ഓൺലൈൻ തട്ടിപ്പു സംഘം ഇരകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നത്. 2024ൽ ഓൺലൈൻ തട്ടിപ്പിനായി ഉപയോഗിച്ച 50,000 സ്മാർട്ട് ഫോണുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും പോലീസ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഭാഗമായെന്ന് കണ്ടെത്തിയ 19,000 സിം കാർഡുകൾ, 31,000 വെബ്സൈറ്റുകൾ, 23,000 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും ബ്ലോക്ക് ചെയ്തു. ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പെരുകിയതോടെ ചില നയമാറ്റങ്ങളും സാങ്കേതിക ഇടപെടലുകളും നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി റിസർവ് ബാങ്കിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കത്തയക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ബാങ്കുകളുടെ കറണ്ട് അക്കൗണ്ടുകളുടെ അനിയന്ത്രിതമായ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു. കൂടാതെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിൽ വളരെയധികം സഹായിക്കുമെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കിയിരിക്കുന്നു. ഇതിനുശേഷം സമീപകാലത്തായി സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അല്പം കുറഞ്ഞിട്ടുണ്ട്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൂടാതെ ടെലികോം ഓപ്പറേറ്റർമാർ സൈബർ ക്രൈം ബോധവൽക്കരണ കോളർ ട്യൂണുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അതെല്ലാം ജനങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൈബർ തട്ടിപ്പ് കോഡുകളിൽ പെടുന്നവർ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിച്ച് തങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യണം. പൊതുജനങ്ങളുടെയും അധികാരികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സൈബർ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.